എൽദോ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തകളിലേക്ക്. നിയമന തട്ടിപ്പ് കേസിൽ ഇടനിലക്കാരൻ KP ബാസിദിന്റെ നിർണായക മൊഴി. കേസിലെ പരാതിക്കാരൻ ഹരിദാസിനൊപ്പം തിരുവനന്തപുരത്തെത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറിന്റെ MLA ഹോസ്റ്റലിലെ മുറിയിലാണ് താമസം. സുഹൃത്ത് വഴിയാണ് മുറി ലഭിച്ചതെന്നും ബാസിദ് മൊഴി നൽകി. ബാസിദിനെ മലപ്പുറത്തെത്തിച്ചു. മലപ്പുറം കാവുങ്ങൽ മഹേന്ദ്രപുരി ബാറിലാണ് ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോയത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ ബാറുമായി എന്താണ് ബാസിദിന്റെ ബന്ധം? തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മലപ്പുറം മഹേന്ദ്രപുരി കാവുങ്ങലുള്ള മഹേന്ദ്രപുരി ബാറിലാണ് ആദ്യ തെളിവെടുപ്പ്. ഈ ഗൂഢാലോചന നടന്നത്, അതായത് ഈ തട്ടിപ്പിന്റെ ആലോചന നടന്നത് ഈ ബാർ കേന്ദ്രീകരിച്ചാണ്. ഈ ബാർ ഇത്തരത്തിൽ പലയിടത്തും അവർ ഒരുമിച്ചിരുന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു സ്ഥലം മാത്രമാണ് മഹേന്ദ്രപുരി ബാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ചേരി കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ആലോചനാ യോഗങ്ങൾ മഞ്ചേരി 1-2 ബാറുകൾ കേന്ദ്രീകരിച്ച് ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. എന്നാണെങ്കിലും അടുത്തതായിട്ട് മഞ്ചേരിയിലേക്കാണ് ബാസിനെ കൊണ്ടുപോകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ വൈകുന്നേരം വരെ ബാസിത്തുമായി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കാന്റോൺമെന്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും. കോഴിക്കോട്ടേക്ക് നാളെയാകും തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ മലപ്പുറം സ്റ്റേഷനിലേക്ക് തന്നെ ബാസിത്തിനെ മഹേന്ദ്രപുരി ബാറിലെ തെളിവെടുപ്പിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, താങ്ക് യു. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലിന് നാളെ ഔദ്യോഗിക സ്വീകരണം നൽകാനിരിക്കെ അവകാശവാദവുമായി LDFും UDFും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇടതുമുന്നണിയുടെ ലക്ഷ്യപ്രാപ്തിയുടെ വിജയമെന്നാണ് LDF നേതാക്കൾ അവകാശപ്പെടുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി സാമ്പത്തികമായും വ്യാപാരപരമായും വ്യാവസായികമായും തൊഴിൽ സാധ്യതയിലും കേരളത്തിൽ വൻ പുരോഗതി നേടാൻ സാധിക്കും. നാളെ നാടിന് സമർപ്പിക്കുമ്പോൾ കേരളീയരെല്ലാം ആ ആഘോഷത്തിൽ, ആ സന്തോഷത്തിൽ പങ്കാളികളാകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞമെന്ന് UDF നേതാക്കളും ആവർത്തിക്കുന്നു. നാളെ ബൂത്ത് തലത്തിൽ പ്രകടനം നടത്താനാണ് LDF തീരുമാനം. വിഴിഞ്ഞത്ത് സർക്കാർ അനുനയ നീക്കം തുടരുന്നതിനിടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ച് ലത്തീൻ സഭ. വിഴിഞ്ഞം മറ്റൊരു മുതലപ്പൊഴിയായി മാറുമെന്നും 4 വർഷമായി 300ഓളം കുടുംബങ്ങൾ ശോചനീയാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ജനപ്രതിനിധികൾ എവിടെ പോയെന്നും ലത്തീൻ അതിരൂപത ജനറൽ യുജിൻ പെരേര വിമർശിച്ചു. എന്നാൽ പ്രശ്നത്തിൽ സർക്കാരിന് ഈഗോ ഇല്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനത്തിൽ നിന്നും ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നും കുറവുകളുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പ്രതികരിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പുരോഹിതർ പങ്കെടുക്കണമെന്നും അസംതൃപ്തി ഉണ്ടെങ്കിൽ അവരെ നേരിട്ട് കാണാമെന്നുമായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. മത്സ്യത്തൊഴിലാളികൾക്ക് ഒപ്പമാണ് സർക്കാരെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. ഞാൻ ഒരിടത്തും കേട്ട് കേൾവിയില്ലാത്തതാണ് ഇതുപോലുള്ളൊരു വലിയ സർക്കാർ നടത്തുന്ന പരിപാടികൾ അവരുമായിട്ട് ആലോചിക്കുകയോ അവരുടെ അനുമതിയോ വേണ്ടാതെ അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പം അത് തന്നെ സൂചിപ്പിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഭരണാധികാരികൾ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചൊരു വിഭജനം ഉണ്ടാക്കുക എന്നുള്ളത്. ഞങ്ങൾ അതിനോടും പ്രതികരിച്ചില്ല. ആരെയും മാറ്റി നിർത്തണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ ക്ഷണക്കത്തൊക്കെ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് ഗ്യാപ്പ് നികത്തി മുന്നോട്ട് പോകുന്നതാണ്. പ്രശ്നമുള്ള ആരുമായും എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. വളരെ പ്രകോപനമായ രീതിയിൽ നേരത്തെ പലതരം സമരങ്ങൾ ഉയർന്നു വന്നപ്പോഴും വളരെ ആത്മസംയമനത്തോടു കൂടിയാണ് ഞങ്ങളതിനെ നേരിട്ടിട്ടുള്ളത്. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു കാര്യവും അടിസ്ഥാനപരമായി ശരിയല്ല. ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളിയുടെ ഒപ്പമാണ്. ആ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള ന്യായമായ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം കാണും. സഭ ഒന്നാകെ നേരത്തെ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട്. നാടിന്റെ ഒരു അഭിവൃദ്ധിയാണ്. ഇനി ഒരു തരത്തിലും ആരും വിട്ടുനിൽക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇനി ഏതെങ്കിലും പ്രത്യേക മതപുരോഹിതന്മാർക്കോ എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും അസംതൃപ്തിയോ എന്തെങ്കിലും നേരിട്ട് ക്ഷണിച്ചില്ല എന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നേരിട്ട് ക്ഷണിക്കാം, അവരെ കാണാം, അവരുമായിട്ട് സംസാരിക്കാം. വിഴിഞ്ഞം തുറമുഖം വൻ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് അദീല അബ്ദുള്ള. വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്നും അദീല അബ്ദുള്ള ന്യൂസ് 18നോട് പറഞ്ഞു. ഗവൺമെന്റ് ഈ പദ്ധതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പോർട്ട് ബിൽഡിംഗ് എന്നുള്ള അതിന്റെ PPP കോമ്പണന്റ് ആണെങ്കിലും അതിനും വലിയൊരു തുക ഗവൺമെന്റ് ഇതിന്റെ അലൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് റെയിൽ കണക്ടിവിറ്റിക്കാണെങ്കിലും റോഡാണെങ്കിലും മറ്റ് ഹാർബേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും അതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു
പോർട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു എക്കണോമിക് പ്രോസ്പെക്ട്സ് അവിടെ ഉണ്ടാവുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഒരുപാട് മേഖലയിലേക്ക് ഇനി കൂടുതൽ വരും. ഒന്ന് ഷിപ്പിനെ നന്നാക്കുന്ന, അതായത് ഷിപ്പിനെ റിപ്പയർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടാവും. പിന്നെ ക്രൂയിസ് ടൂറിസംസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ക്രൂ എക്സ്ചേഞ്ചുകൾ ഉണ്ടാവും. ഹോസ്പിറ്റാലിറ്റിൻ്റെ ബിസിനസ് വളരും. കണ്ടെയ്നർ ലോജിസ്റ്റിക്സിൻ്റെയും ബിസിനസ്സുകൾ വളരും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ എനർജി റിലേറ്റഡ് ബിസിനസ്സുകൾ വളരാം. പശ്ചിമേഷ്യ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്ഥിതി ആശങ്കാജനകമായി തുടരുകയാണ്. വടക്കൻ ഗാസയിൽ കൂട്ടപ്പലായനം തുടരുന്നു. പലായനത്തിന് ശ്രമിച്ചവരിൽ 70 പേർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാൽനടയായും വാഹനത്തിലും പതിനായിരങ്ങളാണ് പലായനം ചെയ്യുന്നത്. 11 ലക്ഷം പേരോടാണ് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത്. ഗാസയിൽ 2200-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1300-ഓളം ഇസ്രായേലുകാരും കൊല്ലപ്പെട്ടു. കൂട്ട ഒഴിപ്പിക്കലിനുള്ള ആഹ്വാനത്തെ UN അപലപിച്ചു. വെസ്റ്റ് ബാങ്കിലും സാഹചര്യം സംഘർഷഭരിതമാണ്. ഹമാസ് കമാൻഡർ അലി ഖാദിയെ വധിച്ചതായി ഇസ്രായേൽ വ്യോമസേന അറിയിച്ചു. ഉചിതമായ സമയത്ത് ഹമാസിനൊപ്പം ചേരുമെന്നാണ് ഹിസ്ബുല്ല ഡെപ്യൂട്ടി ചീഫ് നാസിം സൈമിന്റെ പ്രഖ്യാപനം. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസത്തിലെത്തിയിട്ടും ഇതുവരെ കൃത്യമായ സമാധാന ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അറബ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി ഭരണാധികാരികളുമായി ഗാസയിലെ സാഹചര്യം സംബന്ധിച്ച് ചർച്ച നടത്തി. സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, സമാധാന ശ്രമങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനം. മരണസംഖ്യ കൂടുകയാണ്. കരയുദ്ധം അതായത് പൂർവ്വശക്തിയിൽ ആരംഭിക്കുന്നതോടെ വലിയ നാശത്തിലേക്ക് പോകും ഗാസ. തീർച്ചയായും ഇതിനിടയിൽ ഏറ്റവും പുതിയതായി വരുന്ന ചില വിവരങ്ങൾ, ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സൈറൻ മുഴങ്ങുന്നതായ റിപ്പോർട്ടുണ്ട്. ഒരുപക്ഷെ ഹമാസിൻ്റെ തിരിച്ചുള്ള അറ്റാക്ക് ഇസ്രയേലി ഭാഗങ്ങളിലേക്ക് ഉണ്ടായോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ചില സൂചനകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. 8ാം ദിവസമാണ് പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായിട്ട്. പക്ഷേ പ്രശ്ന പരിഹാരത്തിന് ഒരു കൃത്യമായ ഫോർമുല എവിടെയും ഉണ്ടായിട്ടില്ല. ചില സമാധാന ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ 11 ലക്ഷത്തോളം വരുന്ന ഗാസയിലുള്ളവരെ അവിടെ നിന്നും മാറ്റുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ്. പക്ഷേ അതിലേക്ക് വരാൻ കഴിയില്ല. കാരണം അവർക്ക് ഒരു മനുഷ്യ ഇടനാഴിയൊക്കെ ഉണ്ടാക്കി ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ അത് ഫലം കാണുന്നില്ല. ഈജിപ്റ്റ് അവരുടെ അതിർത്തി അടച്ചുകൊണ്ട് മറ്റു ചില നീക്കങ്ങൾ നടത്തി. അങ്ങനെ ഈ സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാകുന്നുണ്ട്. ഇസ്രയേൽ കരയുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. അത് 24 മണിക്കൂറിനുള്ളിൽ ആളുകൾ ഒഴിഞ്ഞു പോകണം എന്നതായിരുന്നു ഇസ്രയേലിൻ്റെ നിലപാട്. ആ സമയപരിധി അവസാനിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ആളുകൾ കൂട്ടത്തോടെ അവിടെ നിന്നും പലായനം ചെയ്യുന്നത്. പക്ഷേ ഇതൊട്ടും സുരക്ഷിതമല്ല എന്നതാണ് റിപ്പോർട്ടുകൾ. കാരണം പലായനം ചെയ്യുന്നവർ വ്യോമാക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടു. ഇത് ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തെ തുടർന്നാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ സാഹചര്യം സങ്കീർണമായി തന്നെ അവിടെ പോവുകയാണ്. ഇപ്പോൾ ഈ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിൻ്റെയും പലസ്തീൻ്റെയും ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം സൗദി അറേബ്യൻ ഭരണാധികാരികളുമായി ഗാസയിലെയും പലസ്തീനിലെയും ഇസ്രയേലിലെയും സാഹചര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അത്തരം ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ സമാധാന നീക്കങ്ങളൊന്നും പശ്ചിമേഷ്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി. ഇസ്രായേൽ അതിർത്തിയിൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ന്യൂസ് 18 പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് അഭിഷേക് ഝാ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കെ പിന്നിൽ കുറച്ചകലെയായി ഹമാസ് തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമുണ്ടായി. മിസൈൽ പതിച്ചതിനെ തുടർന്ന് കറുത്ത പുക വ്യാപിക്കുന്നത് അഭിഷേകിന്റെ റിപ്പോർട്ടിങ്ങിനിടെ ദൃശ്യമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് പോയതാണ് അഭിഷേക് ഝാ അടങ്ങുന്ന ന്യൂസ് 18 സംഘം. We've been talking about how major counter-offensive is being planned from the Israeli side and both the kind of aerial power or superiority that Israeli defense forces have. They have been targeting Gaza and the military hideouts, and behind me was targeted at Hamas location in Gaza Strip that has hit some target, and the smoke or this plume of smoke that you are seeing is result of that missile launch that has been from the Israeli Defense Forces side. From where we are standing about 1 kilometer from there, entire stretch is filled with tanks and other armored vehicles which are back to back targeting Israeli Hamas locations in Gaza.
people in Gaza, about 1.2 to 3 million people, they have been asked to vacate the southern or the northern Gaza and move towards southern Gaza, so that when the major offensive or the territorial offensive will be started by the Israeli side, there would be less number of civilian that would be under the pressure of Israeli targets or Israeli firing. And this is how the situation has been evolving here. It is a very typical war zone where situation is very unpredictable, and we have seen several soldiers also staying nearby, and they have been the lines of vehicles or the soldiers, they are pretty much also present here also, and with the kind of incessant firing that is going on from the Israeli side, it doesn't look like Hamas will be able to hold it for a very long time because of the superiority, because of the preparedness, and because of the unprecedented support also that the Israeli government is getting from all quarters, from all around the world. We have seen Secretary Blinken, he was yesterday in Tel Aviv. Now Austin Lloyd, the US Secretary of Defense, has also reached in USA. Secretary of Foreign Affairs, that's Foreign Minister of UK, was already here day before yesterday. So the entire West Europe, NATO, they have been supporting Israel like never before. There are naval assets that the US has mobilized towards Mediterranean Sea that would give protection and a surety and support also a attack by the Israeli side towards Gaza, wherever the Hamas military holdouts are and wherever Israeli forces would like them to take out. This is the situation that is currently unfolding in many parts of Gaza. This is one of the missile attack that we could see from where we are standing, and this plume of smoke tells the kind of massive launch that has happened on the Gaza side, and the damage it might have caused to one of the target that Israeli side has struck. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ഇസ്രായേലിൽ കൂടുതൽ ഇന്ത്യക്കാർ മടങ്ങിയെത്തുന്നു. ടെൽ അവീവിൽ നിന്ന് 235 ഇന്ത്യക്കാരുമായി രണ്ടാമത്തെ വിമാനം രാവിലെ ഡൽഹിയിലെത്തി. സംഘത്തിൽ 33 പേർ മലയാളികളാണ്. ഇതിൽ ആദ്യ സംഘം ഡൽഹിയിൽ നിന്ന് മുംബൈ വഴി കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു. ഇവർ അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിലെത്തും. രണ്ടാം സംഘവും ഇന്ന് തന്നെ നെടുമ്പാശ്ശേരിയിലെത്തും. 7 പേർ തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ ഇൻഡിഗോ വിമാനങ്ങളിലായി വൈകിട്ട് നാട്ടിലെത്തും. ബില്ലുകളെക്കുറിച്ചുള്ള തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാകൂ എന്ന് ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചാൻസലർ സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി തന്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നില്ല. മുഖ്യമന്ത്രി അയക്കുന്ന മന്ത്രിമാർക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കുന്നില്ല. താൻ പിന്നെ ആരോടാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്നും ഗവർണർ ചോദിച്ചു. I have said that I have raised certain queries. The ministers who came there, they were not in a position to clarify them because the minister said that the letter was written by Chief Minister, therefore they cannot clarify it. This is what I have said. So if saying publicly to you does not mean anything, I have raised the queries, I need clarifications. Now you see, even in the case of Kalamandal, the Chancellor is demanding salary. In the universities, there is no provision in the bill is actually some expenses will be incurred, which means it becomes a money bill, which means that before bringing it before the assembly, it must be approved by the governor, which has not been done. There are so many queries. They have not been, ministers are not in a position to clarify those things. You saw in the case of, just now you have seen in the case of Kalamandal. Now the Chancellor is demanding salary, not only expenses, salary, and rightly so. I support her. Why she should work for free? So what kind of burden will be on the exchequer if I sign these bills? That I want to understand. Ministers are not in a position to clarify that thing. Don't simply go by these statements. Try to look between the lines what they are saying. കെ കരുണാകരന് സ്മാരകം നിർമ്മിക്കാതിരിക്കാൻ പരമാവധി ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിലെ പല നേതാക്കളുമെന്ന് പത്മജ വേണുഗോപാൽ. സ്മാരകം പണിയുന്നതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരിൽ മിക്കവരും കരുണാകരൻ കൂടെ നിർത്തുകയും വഴികാട്ടുകയും ചെയ്ത നേതാക്കളാണ്. സ്മാരകവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കെ കരുണാകരനെ അപമാനിച്ച് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ പല യുവ നേതാക്കളുമെന്നും പത്മജ കുറ്റപ്പെടുത്തി. അത്യന്തം അപമാനകരമായ കാലത്തിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്നും സഹിക്കാൻ വയ്യാതായാൽ തനിക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്നും പത്മജ തുറന്നടിച്ചു. ന്യൂസ് 18 Q18 ലായിരുന്നു പത്മജയുടെ പ്രതികരണം.
എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴാണ് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ ഓരോരുത്തരും അതിലുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പം എനിക്ക് സങ്കടമല്ല വരണത്, ദേഷ്യം വരണത്. കാരണം ഒരു കാരണവശാലും എൻ്റെ അച്ഛനെ ഒരു വാക്ക് പോലും കുറ്റം പറയാൻ അർഹതയില്ലാത്തവർ അച്ഛൻ്റെ കാര്യം വരുമ്പോൾ മുഖം തിരിക്കുന്ന രീതി കണ്ടപ്പോൾ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. പലരും എന്താ പറയുക, അച്ഛനെ ഏറ്റവും സഹായിച്ചവരാണ് നമുക്ക് നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നമുക്ക് എതിരെ മുഖം തിരിക്കുന്നത്. അത് പിന്നെ ഞാൻ പറയില്ല, ഇപ്പോൾ ഇതിനെ ഇറങ്ങിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ, പാവപ്പെട്ടവന് ഒരു മാസം ശമ്പളം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തവരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങളുടെ ഒരു മാസം ശമ്പളം തരട്ടെ. അത് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അവൻ ആ ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതിനും വേണ്ടി കോടിക്കണക്കിന് സംഭവിച്ചവരൊക്കെ നമ്മളെ കാണുമ്പം നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് വേണ്ടി എൻ്റെ അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നേരിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ മനസ്സെന്നെ എങ്ങനെ മാറുമെന്ന് അറിയില്ല. അങ്ങനത്തെ മോശമായിട്ടുള്ളൊരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകണത്. അതായത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണ്, കെ കരുണാകരൻ സഹായിച്ചവർ തന്നെ കെ കരുണാകരൻ ഒരു സ്മാരകം ഉയർന്നു വരുന്നതിൽ തടസ്സമുണ്ടാക്കി മുന്നിൽ നിൽക്കുന്നു, അതാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും അവർ തടസ്സം എന്നല്ല, അവരെങ്ങനെ ഒരു കാര്യം ആലോചിക്കണമില്ല. തടസ്സം പോട്ടെ, ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ ഒന്ന് കൈ തന്ന് സഹായിച്ചാൽ മതി. ഇവരൊക്കെ അതൊന്നും ആരും ചെയ്യണില്ല. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് ചിലപ്പോൾ ഞാനിനി എല്ലാവരും കൂടി ഒന്ന് പുറത്താക്കുകയെന്നല്ല. പക്ഷെ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്. എത്രയെന്ന് വെച്ചിട്ട് ജനങ്ങളുടെ നിന്ന് ഞാൻ ഒളിച്ചു വയ്ക്കും കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ഇപ്പോൾ അച്ഛനെ സ്നേഹിക്കണ 1-2 പേര് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ 1-2 പേര് പറഞ്ഞ കമൻറ്റ് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇങ്ങോർക്ക് എന്തിനാ ഈ ഇത്രയും വലിയ ഇത് പണിയേണ്ട കാര്യമെന്ന്. അവരൊക്കെ ഇടയിൽ പോയി ചിരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. ഇവരെ വിചാരം ഞാനൊന്നും ഇല്ലെങ്കിൽ ചെവി നല്ല ചെവിയാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കുന്നതിന്. ഈ വേഗം കമൻറ്റ് വരെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇതിൽ. രൂപം ഇന്ന് രാത്രി 9:30 കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് പുറമെ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം തീരുമാനം. പത്തനംതിട്ട, ഇടുക്കി, ചാലക്കുടി സീറ്റുകളിലാണ് കേരള കോൺഗ്രസിന്റെ കണ്ണ്. സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്നും കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നുമാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിലപാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം നിന്ന് വിജയിച്ച കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിൽ CPM കൈവയ്ക്കില്ല. ഇത്തവണയും അവർക്ക് അത് നൽകും. അതിനു പുറമെ ഒരു സീറ്റാണ് പാർട്ടിയുടെ ആവശ്യം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയത്താണ്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഇവിടെ അവരുടെ MLA-മാരുമുണ്ട്. അതാണ് പത്തനംതിട്ടയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് മോഹിക്കാൻ പ്രധാന കാരണം. കഴിഞ്ഞ തവണ CPM മത്സരിച്ച പത്തനംതിട്ടയിൽ ഇത്തവണ റാന്നി മുൻ MLA രാജു അബ്രഹാമിനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട CPM വിട്ടു നൽകില്ല. കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ഇടുക്കി. ജോസഫ് വിഭാഗത്തിന് ഇടതുമുന്നണി നേരത്തെ നൽകിയിരുന്ന സീറ്റുമാണത്. ഇടുക്കി ലഭിച്ചാൽ UDF-ൽ നിന്ന് തിരിച്ചുപിടിക്കാമെന്ന് ഉറപ്പാകും മാണി കോൺഗ്രസ് മുന്നണി നേതൃത്വത്തിന് നൽകുക. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ പാർട്ടിയുടെ ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും ഒക്കെ വേണ്ടി അവർക്ക് പല കാര്യങ്ങളും അവതരിപ്പിക്കേണ്ടി വരും, പറയേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും. ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കും. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ചാലക്കുടി വേണമെന്നാകും ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിച്ചത് കേരള കോൺഗ്രസ് എമ്മാണ്. വിജയിക്കാനായില്ലെങ്കിലും പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണിതെന്നാണ് അവരുടെ അവകാശവാദം. ചാലക്കുടി മണ്ഡലത്തിലെ അങ്കമാലി, ചാലക്കുടി പോലുള്ള ക്രിസ്ത്യൻ സ്വാധീന മേഖലകളും ഈ അവകാശവാദത്തിന് കാരണമാണ്. ചാലക്കുടിയുടെ മുൻ രൂപമായ മുകുന്ദപുരത്തും കേരള കോൺഗ്രസ് നേരത്തെ വിജയിച്ചിട്ടുണ്ട്. 20-ൽ 16 സീറ്റിലും CPM-ഓ അവർ പിന്തുണച്ച സ്വതന്ത്രരോ ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. 4 സീറ്റിൽ CPI-യും. കോട്ടയത്തിന് പുറമെ ഒരു ലോക്സഭാ സീറ്റ് കൂടി വേണമെന്ന ആവശ്യമായിരുന്നു UDF-മായി കേരള കോൺഗ്രസ് എം അകലാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഇപ്പോൾ ഇടതുമുന്നണിയോടും അവർ സമാന ആവശ്യം ഉന്നയിക്കുകയാണ്. എങ്ങനെയാകും ഇടതുമുന്നണി നേതൃത്വം കേരള കോൺഗ്രസിന്റെ ഈ ആവശ്യത്തെ പരിഗണിക്കുക എന്നത് നിർണായകമാണ്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. പാകിസ്ഥാൻ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ 192